സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ കണ്ട ഒരു മനോഹരമായ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ബോബി ചെമ്മണ്ണൂരിന്റെ തന്നെ പേജിൽ, അതായത് നമ്മുടെ എല്ലാവരുടെയും ബോബി ചെമ്മണ്ണൂരിന്റെ തന്നെ പേജിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ ഞാനൊരു കമന്റ് കണ്ടു. ആ ഒരു കമന്റ് കുറച്ച് അട്രാക്റ്റീവ് ആണ്. ആ ഒരു കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്നേഹപ്പൂവിനും തളർത്താൻ കഴിയില്ല ഈ മുത്തിനെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമന്റ് ആണ്. അതായത് സ്നേഹപ്പൂ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനെ നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കേണ്ട, കാരണം ഓൾറെഡി നമ്മൾ കുറേ വീഡിയോസ് ചെയ്താണ്. ആ സ്നേഹപ്പൂവൊക്കെ അതിൻ്റെ ആയിട്ടുള്ള വഴിക്ക് വാടി തളർന്നു പോയാലും നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും. അത് അങ്ങേരുടെ തട്ട് താണ് തന്നെ ആയിരിക്കും ഏതൊക്കെ പൂക്കൾ വന്നാലും. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പുതിയൊരു ഷോപ്പാണെന്ന് തോന്നുന്നു. ബോച്ചേതി ബുച്ചർ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പാണ്, ഇറച്ചിക്കടയാണ്. അവിടുത്തെ ഡെലിവറി ബോയ് ആയിട്ട് ബോച്ച തന്നെ പോവുകയാണ്, ഫസ്റ്റ് ഡെലിവറി എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനൊരു പക്ക ബിസിനസ്മാൻ ആണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈ ഒരു ബിസിനസ്, ഒരു സംരംഭം തുടങ്ങി അതൊരു നല്ല ഉയർച്ചയിൽ എത്തിക്കഴിഞ്ഞാൽ മുകളിൽ കയറിയിട്ട് ഒരു സീറ്റിൽ ഒരു കണ്ണാടി ഗ്ലാസ് ഒക്കെ ഇട്ട് അതിനകത്ത് കയറി ഇരുന്നിട്ട് മറ്റുള്ളവരെ അനുസരിപ്പിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ അടിച്ച് പണി ഏൽപ്പിക്കുന്ന ഒരു ചെറ്റ മുതലാളിയല്ല ഈ ബോബി ചെമ്മണ്ണൂർ എന്നുള്ളത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. എന്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ബിസിനസ് വളരുന്നു, എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഒരുപാട് സംരംഭങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു, എന്തുകൊണ്ട് ഇദ്ദേഹം ഈ ഒരു ഉയർച്ചയിൽ നിൽക്കുന്നു, എന്തുകൊണ്ട് ഇദ്ദേഹത്തെ ഇത്രയും ജനങ്ങൾ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അദ്ദേഹത്തിന്റെ സിംപ്ലിസിറ്റി തന്നെയാണ്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ് നമുക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ലെങ്കിൽ പോലും നമ്മൾ ഇൻസ്റ്റഗ്രാമിലും അതേപോലെ പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള ലൈഫ് തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന് എന്തൊക്കെ വന്ന്, ഏത് സർക്കാർ, പിണറായി അല്ല ഏതോ വന്നാലും അദ്ദേഹത്തിന്റെ ഒരു കൂസലില്ല. അദ്ദേഹത്തിന്റെ പണി ചെയ്ത് അദ്ദേഹത്തിന്റെ ബിസിനസ് എങ്ങനെ കൊണ്ടുപോകണം അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ഒറ്റ തന്തയ്ക്ക് പിറന്നവൻ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവൻ എന്നൊക്കെ വിളിക്കാം. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാനിപ്പോ ഈ സൈഡിൽ പ്ലേ ചെയ്യാം, ഒന്ന് കണ്ടു നോക്കിയോ. 1.5 കിലോ ഫിഷിന്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഡെലിവറി ഫ്രീ ആണ്. ഇവിടെ ബോച്ചേത് ബുച്ചർ ചാലക്കുടി കോട്ട ജംഗ്ഷനിലാണ്. കുറച്ച് ചട്ടിയോടെ വെച്ച് വിൽക്കാം. 1 കിലോ മീനും ബീഫും വാങ്ങുമ്പോ ചട്ടി ഫ്രീ അല്ലേ? കോമ്പോ ആക്കാം. ചേച്ചി കച്ചവടം കൂട്ടിയാലാണ്. ചേച്ചിയുടെ ചട്ടിയും പോവും, ബോച്ചയുടെ ഇറച്ചിയും പോവും. ഇപ്പൊ കാശ് തിരിച്ചു പോകുമ്പോ കാശുണ്ടാവും. കാരണം കൊടുക്കാൻ പോകണല്ലോ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം പോകുന്ന സമയത്ത് ഒരു അമ്മ വന്നിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ പൈസ യാചിക്കുന്നുണ്ട്. ആ അമ്മ ചിലപ്പം ആ രീതിയിൽ ജീവിക്കുന്ന ഒരു അമ്മയായിരിക്കാം. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു പൈസ ഒന്നും ഇല്ല, അത് ഇങ്ങനെ ഇത് കൊടുക്കാൻ പോവാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളത് ഇങ്ങനെ കണ്ട് നമ്മൾ വീഡിയോയാണ് നമ്മൾ ശ്രദ്ധിക്കാറില്ല അധികം. അപ്പൊ അതിന് ശേഷം ഉണ്ടാകുന്ന അതിന്റെ ഒരു ലാസ്റ്റ് വീഡിയോയുടെ എൻഡിൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും എന്താ അവിടെ നടന്നതെന്നുള്ളത്. ഇതൊക്കെ പീറ്റർ ആദ്യത്തെ ഡെലിവറിയാണ് പറഞ്ഞു. ഇവിടെ മീനാണ് ഇറച്ചിയാണ്. ആദ്യത്തെ കൈനീട്ടാണ്. 500 രൂപ കുമ്പാച്ചി വഴിയില് സഹായം ചോദിച്ചു. ഓക്കെ അല്ലേ? 500 രൂപ കിട്ടിയില്ലേ? കണ്ടില്ലേ, ഇതാണ് ആ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ഈ ഒരു മനുഷ്യൻ ചെയ്യുന്നതിന്റെ പാതി പോലും നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് പോലും ചെയ്യാൻ സാധിക്കത്തില്ല. അത് ചെയ്യാൻ സാധിക്കുന്നതിൽ ഒരാൾ മാത്രം ബോബി ചെമ്മണ്ണൂർ. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇദ്ദേഹത്തിനെതിരെ കുറെ പരാമർശങ്ങൾ വരുന്നതുമെല്ലാം. പക്ഷേ ഇതൊരു പ്രവൃത്തി അദ്ദേഹം ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ. അദ്ദേഹത്തിന്റെ ഒരു ബിസിനസ് സംരംഭം അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യാൻ പോയി. അദ്ദേഹത്തിന് അതിൽ കിട്ടുന്ന ഒരു 500 രൂപ ഒരു അമ്മയ്ക്ക് കൊടുത്തു. അദ്ദേഹത്തിന് ഒരു 500 രൂപ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമൊന്നും അല്ലെങ്കിൽ പോലും ആ ചോദിച്ച അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളൊരു മനസ്സ്, അതൊരു വലിയ മനസ്സ് തന്നെയാണ്. അതൊക്കെ കാണാതെ പോകരുത്. പിന്നെ ഇത് എനിക്ക് പെട്ടെന്ന് വിറ്റ് തീർന്നിട്ട് വേണം ദുബായിക്ക് ഉദ്ഘാടനം ചെയ്യാൻ പോവാ നമ്മുടെ ജ്വല്ലറി. നിങ്ങളെല്ലാവരും വരണം കേട്ടോ. അദ്ദേഹത്തിന് അറിയാം എവിടെ ചെയ്താലാണ് അദ്ദേഹത്തിന് സക്സസ് ആകാൻ പറ്റുക എന്നുള്ളത്. ഈ രീതിയിലുള്ള എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യാനായിട്ട് ഇദ്ദേഹത്തിനെ കൊണ്ട് മാത്രമേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകട്ടെ, ഒരുപാട് ആളുകൾക്ക് സഹായമാകട്ടെ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ കാത്തിരിക്കുക.